നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മലമ്പുഴ പഞ്ചായത്ത് ഓഫീസിന്റെ ഇറക്കവും വളവുമുള്ള സ്ഥലത്ത് റോഡ് കുഴിയായി നിൽക്കുന്നത് അപകട കാരണമാകുന്നു എന്ന് പരിസരവാസികൾ പറയുന്നു. പൈപ്പിടാനായി ചാല് കുഴിച്ചതാണ്. അത് ശരിയാവണ്ണം ടാർ ചെയ്യാത്തതുകൊണ്ടാണ് അപകടം ഉണ്ടാകുന്നത്. ഇറക്കവും വളവും ചേർന്ന ഭാഗത്ത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് ശ്രദ്ധയിൽപ്പെടാതെ ഇരുചക്ര വാഹനക്കാർ അപകടത്തിൽപ്പെടുകയും പരിസരവാസികൾ അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതായി അവർ പറഞ്ഞു. എത്രയും വേഗം ഇത് ശരിയാക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. അപകടത്തിൽപ്പെടുകയും പിന്നിൽ നിന്ന് വാഹനങ്ങൾ വരികയും ചെയ്താൽ മരണം വരെ സംഭവിക്കാമെന്ന് പരിസരത്തെ കടക്കാർ പറയുന്നു. അധികൃതരുടെ ശ്രദ്ധ പതിയേണ്ടതാണ്. പൈപ്പ് ലൈൻ വഴി റോഡ് പൊളിച്ചിട്ട് കുറേ ഇതായിട്ടുണ്ട്. പക്ഷേ വരുന്ന വണ്ടി പഞ്ചായത്ത് തെരുവിൽ വരുന്ന വണ്ടികൾ അറിയാതെ ഈ കുഴിയിൽ വന്നിട്ട് വീണിട്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും 1-2 ബൈക്കുകൾ വീണ് അതിൻ്റെ കാലിൽ വിരലടക്കം മുറിഞ്ഞ് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളാണ് ഇവിടെ ഉള്ള സമയത്ത് അവരിനെ സഹായിച്ച് ഇതെടുക്കാൻ പോണത്. പക്ഷെ ഓട്ടോറിക്ഷ മറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പല വണ്ടികളും വന്ന് അപകടത്തിൽ വലുതായിട്ട് സംഭവിക്കുന്നുണ്ട്. വലിയ സംഭവം ഇല്ലാത്ത ലെവലിൽ എന്തെങ്കിലും ആ കുഴിയ കാര്യങ്ങളൊന്ന് അടച്ചിട്ട് ഒന്ന് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ വലിയ ദുരന്തം ഒഴിവായി പോകും. അത് അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരെ അതൊന്ന് ചെയ്തില്ല പറഞ്ഞാൽ വലിയൊരു അപകടം എന്തായാലും വരും. ഓഫീസിന്റെ മുമ്പിലൂടെ വരുമ്പോൾ ഒരു വളവും ഇറക്കുമാണ് അല്ലേ? അതുകൊണ്ട് പലപ്പോഴും ഈ കുഴി കണ്ടെന്ന് വരില്ല. ടൂറിസ്റ്റുകൾ വരുന്നത് പിന്നെ അവർ ടൂറിസ്റ്റുകൾക്ക് പിന്നെ തീരെയും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് അറിയില്ല. ടൂറിസ്റ്റുകൾ ഒരുപാട് കൂടുതലും പുതിയ യാത്രക്കാർ ഇരുചക്ര പിള്ളേർ വരുമ്പോഴൊക്കെയാണ് പെടുക. അതാണ് കൂടുതലും പെട്ടെന്ന് വന്നിട്ട് അബദ്ധത്തിൽ വന്ന് പെടുന്നത്. അടുത്തൊരു പോസ്റ്റും കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും വലിയ സംഭവങ്ങൾ ഒന്നുകിൽ തെറ്റി പോസ്റ്റിൽ ഇടിച്ച് മറിഞ്ഞാലും മതി. പിന്നാലെ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ഈ വീണ ആളുടെ ദേഹത്ത് കയറിയാൽ മരണം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? അതെ. ഒരുപാട് ആൾക്കാർ ഇത് വന്നിട്ട് പരാതി പറഞ്ഞു. പക്ഷെ ആരും ഇത് ഇന്ന് വരെ എന്താണ് നടപടി ആയിട്ടില്ല. വണ്ടികൾ ഇപ്പോൾ കയറി പോകുന്നുണ്ട്. ഞങ്ങളിവിടെ നിന്ന് വർക്ക് ചെയ്യണം. അവിടെ തന്നെ കണ്ട് ഞങ്ങൾക്ക് പേടിച്ചിട്ടാണ് ഞങ്ങൾ നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.